ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം തിരുമലയ്ക്കടുത്തായി പൊറ്റയിൽ മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി 30ഓളം വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് 10 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇവിടെ 4.5 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. വീടിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ഓഫ് വൈറ്റ് കളർ നൽകിയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ തന്നെ CNC കട്ടിങ് നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഗേറ്റുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടേക്ക് വരുമ്പോൾ ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലാഡിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുറ്റം മുഴുവനും നമുക്ക് ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. അതിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു 4 പർഗോള നൽകിയിട്ടുണ്ട്. ഗ്ലാസ് ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സ്പേസ് വരുന്നത്. ഓപ്പൺ കാർ പാർക്കിംഗ് ആണ്. നമുക്കിനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലാഡിംഗ് വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളിനി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2 വെട്രിഫൈഡ് ടെയിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു പില്ലർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെയായിട്ടൊരു സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ തേക്കാണ് മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള തടികളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നേരെ കാണുന്ന ഈ ഒരു വാളിൽ നമുക്കൊരു 3 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ബ്ലൈൻഡ്സും അവൈലബിൾ ആണ്. ഇവിടെയുള്ള എല്ലാ വിൻഡോസിലും ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ലിവിംഗിലേക്ക് വരുമ്പോൾ 4x2 വെട്രിഫൈഡ് ടെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 20x12 ആണ് ലിവിംഗിന്റെ സ്പേസ് വരുന്നത്. ഈ ഒരു വാൾ നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. അതിലൊക്കെ തന്നെ ഒരു 3 ഷോക്കേസ് നൽകിയിട്ടുണ്ട്. അതിലും സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് TV യൂണിറ്റ് ആണ്. TV യൂണിറ്റിലേക്ക് വരുമ്പോൾ ലാമിനേഷൻ ബോർഡിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. WPCയുടെ പാനലിംഗ് നൽകിയിട്ടുണ്ട് പുറകിലായിട്ട്. ഇവിടെ നമുക്കൊരു ഒറ്റപ്പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ടാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഡൈനിങ്ങിലെ കാഴ്ചയിലോട്ട് വരാം. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 12x8 ആണ് ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വാളിൽ സിമന്റ് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു 2 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സർവിങ് കൗണ്ടർ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തടിയിൽ പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 12x8 തന്നെയാണ് കിച്ചന്റെ സൈസ് വരുന്നത്. 4x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് കിച്ചന് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൗണ്ടർ ടോപ്പ് വന്നിട്ട് നാനോ വെയിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചിമ്മിനിയും ഒരു ഗ്യാസ് സ്റ്റവും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി 3 ബെഡ്റൂം മുകളിലത്തെ നിലയിലുമാണ്. നമുക്കിനി ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x12 ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വാളിൽ ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വാളിലും വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്കൊരു 3 പാളിയുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് മേക്കപ്പ് സ്റ്റാൻഡ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് AC പോയിന്റ് അവൈലബിൾ ആണ്. നമുക്ക് ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സൊമാനിയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ തന്നെ ഒരു മിക്സർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. 4x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് നമുക്ക് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഹീറ്ററിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കണ്ടുവരാം. സ്റ്റെയർ കേസിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൊമാനിയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് കളർ ചേഞ്ച് വരുന്ന മിററാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് എല്ലീസ് എന്ന ബ്രാൻഡാണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളോ അയണിംഗ് ടേബിളോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് ഒരുപാട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇൻവെർട്ടറിന്റെ ഒരു സ്പേസ് നൽകിയിട്ടുള്ളത്. നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് തടിയിലാണ് ചെയ്തേക്കുന്നത്. അത് മഹാഗണിയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി സ്റ്റെപ്പ് ഗ്രാനൈറ്റും അതിന്റെ ഹൈറ്റ് ടെയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊഫൈൽ ലൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പ് തീരുന്നത് വരെയും പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വാളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സിമന്റ് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ
ഈ ഒരു വാളിലും അതുപോലെ തന്നെ നമുക്ക് മെയിൻ തട്ടിലും നമുക്ക് പർഗോള അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു വാഷിംഗ് മെഷീന്റെ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഇലക്ട്രിക്കൽ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു DB ബോക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 20x10 നമുക്ക് അപ്പർ ലിവിങ്ങിന്റെ സ്പേസ് വരുന്നത്. നമുക്ക് ഇവിടെയും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലും നമുക്ക് WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 3 ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ 2 ലെഫ്റ്റ് സൈഡിലും 1 റൈറ്റ് സൈഡിലുമാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x12 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വാളിലായിട്ട് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. 2 വാളിലും വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സീലിംഗ് വർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് AC പോയിന്റ് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു 3 പാളിയുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അതും ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡും അവൈലബിൾ ആണ്. നമുക്ക് ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നത് സുമാനി എന്ന ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മിക്സർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഹീറ്ററിന്റെ ഒരു പോയിന്റ് അവൈലബിൾ ആണ്. 4x2 ആന്റി സ്കിഡിംഗ് ടെയിൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ വാഷ്റൂമുകളും നൽകിയിട്ടുള്ളത്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫ്ലോറിന് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 13x11 ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ 2 വാളിലും നമുക്ക് വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ സിമെന്റ് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ AC പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് 3 പാളിയുള്ള ഒരു വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. നമുക്കിനി അടുത്ത ബെഡ്റൂമിലെ കാഴ്ചകൾ കൊണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 13x10 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ 2 സൈഡിലും വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിമെന്റ് ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. AC പോയിന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ 2 പാളിയുള്ള ഒരു വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി ബാൽക്കണിയിലെ കാഴ്ചകൾ കണ്ടുവരാം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4x2 വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു പ്രൊഫൈൽ ലൈറ്റിന്റെ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് കാണാൻ പറ്റും. നമുക്കിനി ഇവിടുത്തെ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകൾ കണ്ടുവരാം. നമുക്കിനി റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ വാട്ടർ പ്രൂഫിന്റെ വർക്കിനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്കിവിടെ 1000 ഒരു ടാങ്കാണ് നൽകിയിട്ടുള്ളത്. അത് 3 ലെയറാണ് നൽകിയിട്ടുള്ളത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4.25 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്